സുഹൃത്തുക്കളെ, സുഹേൽ തച്ചോടിയാണ്. ഞാനിപ്പോൾ അങ്ങനെ ഒരു വീഡിയോയിൽ വരാണ്ടായ കാരണം പല സുഹൃത്തുക്കളും വിളിക്കുകയുണ്ടായി. നമ്മൾ SIR എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്. നമുക്കറിയാം, 2026 ഫെബ്രുവരി 7 പുതിയ വോട്ടർ പട്ടിക നിലവിൽ വരാൻ പോകുന്നത്. നിലവിലുള്ള വോട്ടർ പട്ടിക ഇപ്പോൾ അസാധുവാണ്. ഇപ്പം അങ്ങനെ ഒരു വോട്ടർ പട്ടിക തന്നെ ഇല്ല. നമുക്കറിയാം, SIR വോട്ടർ പട്ടിക രജിസ്ട്രേഷൻ നടക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകൾ വേണമെന്നുള്ള ആശങ്കകൾ പലർക്കുമുണ്ട്. നമ്മളൊക്കെ പൗരത്വത്തിന് പുറത്തു പോകുമോ, നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമോ എന്നൊക്കെ പല ചിന്ത പലർക്കുമുണ്ട്. അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കണം. ഇതിൽ വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായും കാണുകയും ചെയ്യണം. നിലവിൽ വോട്ടർ പട്ടിക അസാധുവായി കഴിഞ്ഞു. കേരളമടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഈ വരുന്ന നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങി വിവരങ്ങൾ കളക്ട് ചെയ്തും ഫോം ഫില്ല് ചെയ്തും കാര്യങ്ങൾ നടക്കും. ഈ ദിവസങ്ങളിൽ, അതായത് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ഈ ഒരു വോട്ടർ പട്ടിക പുതുക്കൽ ചടങ്ങ് തീരുന്നത് വരെ ഉദ്യോഗസ്ഥന്മാർ വീട്ടിലേക്ക് വരും. ഒരു പക്ഷേ മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞോളണം എന്നില്ല. എങ്കിലും നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏത് ദിവസങ്ങളിലാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ആ ദിവസങ്ങളിൽ പരമാവധി നിങ്ങൾ വീടുകളിൽ ഉണ്ടായിരിക്കണം. പരമാവധി എന്നല്ല, നിങ്ങൾ നിർബന്ധമായിട്ടും ആ ദിവസങ്ങളിൽ വീടുകളിൽ ഉണ്ടായിട്ട് കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഫോം ഫില്ലപ്പ് ചെയ്തു കൊടുക്കുവാനൊക്കെ തയ്യാറാവണം. അല്ലാത്ത വശം പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ഓഫീസുകൾ കയറി ഇറങ്ങി അതൊക്കെ നമുക്കൊരു നാണക്കേടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുവരെ തിരുത്തുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ദിവസങ്ങളിൽ വീടുകൾ ഉണ്ടായ നല്ലതാണ്. അപ്പോൾ അത് എല്ലാവരും ഒരു കാര്യത്തിൽ എടുക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുവരെ തിരുത്തുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ പ്രവാസികളുടെ കാര്യം, പ്രവാസികൾക്ക് ഓൺലൈനായിട്ട് അതിന് വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്, അത് പൂരിപ്പിച്ച് കൊടുക്കാനും കഴിയും. പിന്നെ ജനുവരി 31 വരെയാണ് ഹിയറിംഗ് തീരുമാനിച്ചിട്ടുള്ളത്. ജനുവരി 31 വരെയാണ് ഹിയറിംഗ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ അന്തിമ വോട്ടർ പട്ടിക 2026 ഫെബ്രുവരി 7 പുറത്ത് വരികയും ചെയ്യും. അതോടുകൂടി SIRന്റെ പുതിയ വോട്ടർ പട്ടിക ആയി. വരുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എന്തൊക്കെ രേഖകളാണ് നമുക്ക് ഹാജരാക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. നമുക്കൊക്കെ കൊടമോന രേഖകളാണ്. എത്ര രേഖകളാണെന്ന് നമുക്ക് തന്നെ അറിയില്ല. ശരിക്കും ഒരു രേഖയിലേക്ക് ചുരുങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കൊരു 100 രേഖ ഉണ്ടാവേണ്ടത് എന്തൊക്കെ രേഖയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പോലും പലർക്കും അറിയാത്ത ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. നിലവിൽ 2002 വോട്ടർ പട്ടിക വെച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2002 ശേഷം വോട്ടർ പട്ടികയിൽ കയറിയവരൊക്കെ ഇതിൽ കൃത്യമായി പങ്കെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്ത് പോവും. അപ്പം ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ്. ഫോം 6 വഴിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക. 3 രേഖകളാണ് ഇതിനാവശ്യമുള്ളത്.
അത് ഒന്നാമത്തെ രേഖ എന്ന് പറയുന്നത് താമസ സ്ഥലം തെളിയിക്കുന്ന രേഖയാണ്. അതിന് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ പാസ്ബുക്ക് ഉപയോഗിക്കാം, റേഷൻ കാർഡ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം, വാടക കരാർ ഉപയോഗിക്കാം. ഈ രേഖകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും പുതിയ വൈദ്യുതി ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, ഗ്യാസ് ബില്ല്, അതിന് നമ്മുടെ കുടുംബങ്ങളുടെ പേരുള്ളതായാലും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആധാർ കാർഡ് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ സ്വന്തം പേരിൽ വന്നിട്ടുള്ള തപാലുരുപ്പടി, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ താമസസ്ഥലം തെളിയിക്കാനുള്ള രേഖകളായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഫോം പ്രായം തികക്കുന്ന രേഖകൾ, 18 വയസ്സ് പൂർത്തിയായി എന്നുള്ള രേഖ. അതിന് നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം, ആധാർ കാർഡ് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ മൂന്നാമത് വരുന്നത് ഐഡന്റിറ്റി തെളിയിക്കുന്ന രേഖകളാണ്. അതിന് നമുക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം, പാസ്പോർട്ട് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ്, ഏതെങ്കിലും തൊഴിലുറപ്പ് കാർഡ് ഉപയോഗിക്കാം, പാൻ കാർഡ് ഉപയോഗിക്കാം. ഇത്രയും രേഖകളാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്. ഏതായാലും BLMR നമ്മുടെ വീടുകളിലൊക്കെ മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ തയ്യാറെടുക്കുക, നമ്മളുടെ രേഖകളൊക്കെ കൃത്യമായിട്ട് റെഡിയാണോ എന്ന് നോക്കുക. ഒക്കെ വളരെ കൃത്യമായിട്ട് പരിശോധിച്ച് നമ്മളിതിന് തയ്യാറാവണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.